സാമൂഹ്യക്ഷേമ പെൻഷൻ, ഞാൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഓർമ്മിക്കുകയാണ്. കേരളത്തിലെ ഒരു മനുഷ്യനും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് 2-3 പെൻഷൻ കിട്ടുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പാവങ്ങൾ 1000 രൂപ 500 രൂപയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 2-3 പെൻഷൻ, ആ 2-3 പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂടെ ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ പെൻഷനാക്കി മാറ്റിയത്. ആ പെൻഷൻ്റെ സ്ഥിതി നമുക്കെല്ലാവർക്കും. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയൻ്റെ സർക്കാർ ഇപ്പോൾ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 ഗഡു, ഇപ്പം വരുമായിരിക്കും ചിലപ്പോൾ എവിടെയെങ്കിലും പറയൂ 2 ഗഡു 1 ഗഡു. കെ.സി. വേണുഗോപാൽ എം.പിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. കെ.സി. വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളിൽ ഒരാളാണ്. മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളിൽ ഒരാളാണ്. കേരളത്തിലെ UDFന്റെ നയരൂപീകരണത്തിൽ നിർണായക ഇടപെടൽ നടത്തുന്ന നേതാവ് കൂടിയാണ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് 62 ലക്ഷം പേർക്ക് നൽകുന്ന പെൻഷൻ കൈക്കൂലിയാണ് എന്ന്. സർക്കാർ നൽകുന്ന കൈക്കൂലിയാണ്, പിണറായി വിജയൻ നൽകുന്ന കൈക്കൂലിയാണ് എന്ന്. പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറയുമ്പോൾ 62 ലക്ഷം പേരെയാണ് കോൺഗ്രസ് നേതാവ് അപമാനിച്ചത്, അവഹേളിച്ചത്. കോൺഗ്രസിന്റെ മറ്റ് നേതാക്കൾ ഇതുവരെയും അതേക്കുറിച്ച് ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല. കെ.സി. വേണുഗോപാൽ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നതിനർത്ഥം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെയും UDF നേതാക്കളുടെയും അഭിപ്രായവും നിലപാടും അതുതന്നെയാണ് എന്നതാണ്. അതല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയണം. അതല്ലെങ്കിൽ കെ.സി. വേണുഗോപാലിനെ ഇടപെട്ട് ഒരു തിരുത്തു കൊടുക്കാൻ തയ്യാറാകണം. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ് എന്നെങ്കിലും പറഞ്ഞ് മുഖം രക്ഷിക്കാനുള്ള ശ്രമമെങ്കിലും കോൺഗ്രസ് നേതാക്കൾ നടത്തണ്ടേ? നടത്തിയിട്ടില്ല എന്ന് വെച്ചാൽ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നർത്ഥം. 62 ലക്ഷം പേർക്ക് എല്ലാ മാസവും നൽകുന്ന 1600 രൂപ പിണറായി സർക്കാർ അവർക്ക് നൽകുന്ന കൈക്കൂലിയാണ് എന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെയല്ല, വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ആദ്യം നമുക്ക് കെ.എൻ. ബാലഗോപാൽ, കേരളത്തിന്റെ ധനമന്ത്രി, പറഞ്ഞ വാക്കുകൾ കേൾക്കാം. കെ.സി. വേണുഗോപാൽ കോൺഗ്രസിന്റെ രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ നേതാക്കളുടെ ഒരാളാണ്. അദ്ദേഹം അവിടെ ഒന്ന് പറയുകയാണ് 62 ലക്ഷം സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 62 ലക്ഷം ആളുകൾ വെറും മണ്ടന്മാരാണോ? അവരെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാമോ? അവരെല്ലാം കൈക്കൂലി മേടിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിയാണോ? അവരോട് കോൺഗ്രസ് പാർട്ടിയും അദ്ദേഹവും മാപ്പ് പറയേണ്ടതാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. UDF എങ്ങാനും അധികാരത്തിൽ വന്നാൽ, UDFന്റെ സർക്കാർ കേരളത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാകും എന്നത് മറ്റൊരു തർക്ക വിഷയമാണ്. തമ്മിലടി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അധികാരത്തിൽ വരുമെന്ന് തന്നെ ഉറപ്പില്ല. വന്നാൽ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായും ഈ കൈക്കൂലി നിർത്തലാക്കും. ഇത് കൈക്കൂലിയാണെങ്കിൽ തുടരാൻ UDFന് കഴിയുമോ? UDF സർക്കാരിന് കഴിയുമോ? എന്ന് വെച്ചാൽ പെൻഷൻ സമ്പ്രദായം അട്ടിമറിക്കപ്പെടുമോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കൃത്യം മറുപടി പറയേണ്ടതുണ്ട്. കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ 2021 സമാനമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു അന്നത്തെ UDF കൺവീനറായിരുന്ന എം ഹസൻ. അന്ന് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന 4 മിഷനുകൾ, ലൈഫ് മിഷൻ ഉൾപ്പെടെ ഏകദേശം 4 ലക്ഷം പേർക്ക്, വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകിയ ലൈഫ് മിഷൻ പദ്ധതി ഉൾപ്പെടെ നിർത്തും എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അന്ന് അതിന് ജനങ്ങൾ നല്ല മറുപടി കൊടുത്തു, രണ്ടാം പിണറായി സർക്കാരിനെ അധികാരത്തിലേറ്റിക്കൊണ്ട്. ഇപ്പോഴിതാ കെ.സി. വേണുഗോപാൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ UDFന്റെ കോൺഗ്രസിന്റെ നയരൂപീകരണത്തിൽ ഇടപെടുന്ന നേതാവാണ്. കേരളത്തിൽ നിന്നുള്ള MP ആണ്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹമാണ് പറയുന്നത് ഈ പെൻഷൻ കൈക്കൂലിയാണ് എന്ന്. ഈ കൈക്കൂലി തുടരാൻ അടുത്ത് വരും എന്ന് കോൺഗ്രസ്സുകാർ മാത്രം വിശ്വസിക്കുന്ന ഒരു സർക്കാർ വന്നാൽ ആ നയരൂപീകരണ സമിതിയിൽ അത്തരമൊരു തീരുമാനമുണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതാക്കളാണ്. പറയുന്നില്ല. എന്തുകൊണ്ട്? അവരുടെയും മനസ്സിൽ ഇത് തന്നെയാണ്, പെൻഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഇത്രയും തുക ജനങ്ങൾക്ക് നൽകാൻ കഴിയില്ല, അതുകൊണ്ട് ഇത് നിർത്തേണ്ടി വരും. അത് അറിയാതെ പറഞ്ഞു പോയതാണ് കെ.സി. വേണുഗോപാൽ. ഇത് കൈക്കൂലിയാണ് എന്ന് പറഞ്ഞതിലൂടെ ഈ പദ്ധതി തന്നെ അട്ടിമറിക്കാൻ UDF തയ്യാറാകും എന്ന സൂചനയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത് വലിയ ചർച്ചയായി മാറുകയും ചെയ്യുന്നത്.